Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളും അതുപോലെ തന്നെ പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA MCOM MBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പല പേപ്പറുകളിലും SC ആയിട്ടും അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ്, ചില SC ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിന് ഇടാറുണ്ടത്. റോൾ ഓഫ് സെബി ആസ് ആൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ടർ. SCക്കും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്സിനും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചോദിക്കാറുള്ളത് മൊഡ്യൂൾ നമ്പർ 3 ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെന്റൽ അനാലിസിസോ, ഇതിൻ്റെ ഡിഫറൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിൻ്റെ പ്രിൻസിപ്പിൾസും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് EIC അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് between technical analysis and fundamental analysis ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾക്ക് പിന്നെ പ്രതീക്ഷിക്കാം EIC അനാലിസിസ്, EICയുടെ എക്സ്പ്ലനേഷൻ അതും ചോദിച്ചിട്ടുണ്ട്. അത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ദെൻ 8 ചോദ്യങ്ങളിൽ 2 പ്രോബ്ലംസും 3 തിയറി ചോദ്യങ്ങളാണ് വരാറ് പാർട്ട് ബിയിൽ. അപ്പോൾ പ്രോബ്ലം ആയിട്ട് പിന്നെ വരാറുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിട്ടേൺ. സോ പ്രോബ്ലം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്സിൻ്റെ വരാറുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ എന്താണ് പ്രോബ്ലമാണ് 5 മാർക്സിന്. ഇനി 5 മാർക്സിന് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം ഒരെണ്ണം കൂടിയും വരാറുണ്ട്. അത് വാല്യൂ ഓഫ് ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ചോദ്യമാണ് വരാറ്. വാല്യൂ ഓഫ് ഷെയറോ അതല്ലെങ്കിൽ ഈ പറയുന്ന YTMൻ്റെ പ്രോബ്ലം വരാം, YTM YTC അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ പ്രോബ്ലം ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ 2 പ്രോബ്ലംസ് 5 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് പോകുന്നു. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ അനാലിസിസ് തിയറി വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ അനാലിസിസ്? ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ബെനഫിറ്റ്സ് ഓഫ്, ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, ഇൻഡിസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ഇമ്പോർട്ടൻസും പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ്
പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ തിയറി. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 3 ഡോവ് തിയറി ചോദിച്ചിട്ടുണ്ട്. അത് 2 മാർക്കിനും വരാറുണ്ട്. അതുപോലെ തന്നെ എലിവേറ്റ് വേവ് തിയറി അതും ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. റിസ്ക്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട് അത് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളതാണ്. ദെൻ മാർക്കോവിറ്റ്സിന്റെ മോഡൽ ഉണ്ട്, അതിൻ്റെ അസംഷൻ, അതിൻ്റെ പ്രോബ്ലം നമുക്ക് എസ്സേക്ക് വരുന്നുണ്ട്, അതിൻ്റെ തിയറിയും നോക്കാം. മാർക്കോവിറ്റ്സ് മോഡൽ, അതിൻ്റെ അസംഷൻ, അതിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്താണ്, ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം വാട്ട് ആർ ഷെയർസ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഫൈനലി ഒരു സജഷനും കൂടി ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ 2 മാർക്സിനെ നോക്കാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതും നമുക്ക് ബേസിക്സ് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. 2 പ്രോബ്ലംസും 6 തിയറി ചോദ്യങ്ങളാണ് വരാറ്. നമ്പർ 1 സെബിയുടെ വരാറുണ്ട്, സെബിയുടെ റോള്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതിൻ്റെ ഡിഫറൻസോ ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസോ പ്രതീക്ഷിക്കാം. EIC പ്രതീക്ഷിക്കുന്നു, പ്രോബ്ലം പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് റിട്ടേണോ, കോറിലേഷൻ കോഷ്യൻ്റെ കാൽക്കുലേഷനോ, പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ കാൽക്കുലേഷനോ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. വാല്യൂ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലം YTM YTC അതും പ്രോബ്ലത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ് ഓഫ് ഇൻഡിസസ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഡോവ് തിയറി അല്ലെങ്കിൽ വേവ് തിയറി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. റിസ്ക്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട് മറ്റൊരു ചോദ്യം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ്, മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ആ ഒരു തിയറി, സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്, ഷെയർസ് എന്താണ്, വാട്ട് ആർ ഷെയർസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഓൾട്ടർനേറ്റീവ്സ്. സോ നമുക്കൊരു 8 ചോദ്യങ്ങളാണ്, അതിലേക്കുള്ള സജഷൻസ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. സോ ആദ്യത്തെ ഒരു 7 എണ്ണം ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനും കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഈവനിങ് 7 o'clock ഉദ്ദേശിച്ചിട്ടുള്ള നമ്മൾ ലൈവ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.